എറണാകുളം ജില്ലയിൽ ആലുവയിൽ നിന്ന് വടക്കൻ പറവൂരിലേക്കുള്ള റൂട്ടിലാണ് ആലങ്ങാട്. അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ മണികണ്ഠന്റെ ശബരിമല യാത്രയിൽ വിശ്വസ്ത സേവകരായി അനുഗമിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് ആലങ്ങാട്ടുകാർ. മഞ്ഞപ്ര അമ്പാടത്ത് കേശവപിള്ളയ്ക്ക് മണികണ്ഠൻ കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയതാണ് ഭസ്മസഞ്ചിയും മുദ്രവടിയും. ഭഗവത് സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന അമ്പാടത്ത് മാളികയിൽ ഭസ്മസഞ്ചിയും മുദ്രവടിയും പവിത്രമായി ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. ശ്രീ അയ്യപ്പസ്വാമി മണികണ്ഠസ്വാമി ആയിരുന്നപ്പോൾ വിദ്യകൾ അഭ്യസിപ്പിക്കാൻ യോഗ്യമായ കളരികളെപ്പറ്റി പന്തളം രാജാവ് രാജസദസ്സിലെ ഗുരുക്കന്മാരോട് അന്വേഷിച്ചപ്പോൾ കൊച്ചുകടുത്ത സ്വാമിയും വലിയ കടുത്ത സ്വാമിയുമാണ് ചെമ്പോലക്കളരിയുടെ പ്രസിദ്ധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയത് എന്നാണ് ഐതിഹ്യം. ഇപ്രകാരം മണികണ്ഠസ്വാമി ആലങ്ങാട്ട് എത്തിച്ചേരുകയും ചെമ്പോലക്കുറുപ്പിന്റെ ശിക്ഷണത്തിൽ അസ്ത്രശസ്ത്ര വിദ്യകൾ അഭ്യസിക്കുകയും ചെയ്തു. രാജവർമ്മ തമ്പുരാൻ പന്തളം ഭരിച്ചിരുന്ന കാലത്ത് കരിമലയിൽ താമസിച്ചിരുന്ന തിരുമല നായ്ക്കന്റെ അനുചരനും തസ്കര പ്രമാണിയുമായിരുന്ന ഉദയനനും പടയാളികളും പന്തളം രാജ്യം ആക്രമിച്ചു കൊള്ളയടിക്കുകയും രാജ്യത്താകമാനം ഭീതി പരത്തി വിലസിയിരുന്ന ഇക്കൂട്ടരെ അമർച്ച ചെയ്യുന്നതിന് ആലങ്ങാട് തമ്പുരാന്റെ സഹായം അഭ്യർത്ഥിക്കുകയും ആലങ്ങാട്ട് തമ്പുരാന്റെ ആജ്ഞാനുസരണം ചെമ്പോലക്കുറുപ്പ് കാരണവരുടെ ശിക്ഷണത്തിൽ അടവുകൾ പയറ്റിത്തെളിഞ്ഞ പ്രസിദ്ധനും പരാക്രമശാലിയുമായ മുപ്പത്തടം കാമ്പിള്ളിത്തറവാട്ടിലെ യുവപടത്തലവന്റെ നേതൃത്വത്തിൽ ചെമ്പോലക്കുറുപ്പ് കാരണവർ 4 കളരികളിലെ അഭ്യാസികളെയെല്ലാം ആലങ്ങോട് ചെമ്പോലക്കളരിയിൽ വിളിച്ചു ചേർക്കുകയും സാക്ഷാൽ മണികണ്ഠസ്വാമിയോടൊപ്പം ഈ സൈന്യത്തെ പന്തളത്തേക്ക് അയക്കുകയും ചെയ്തു. ധനുമാസം 19-ാം തീയതി പെരിയോന്റെ നേതൃത്വത്തിൽ കെട്ടുമുറുക്കി പിറ്റേ ദിവസം പെരുമ്പാവൂർ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെത്തി വിളക്ക് കൊളുത്തിയാണ് ആലങ്ങാട്ട് യോഗക്കാർ പുറപ്പെടുന്നത്. കറുത്ത വസ്ത്രമേ ഇവർ ധരിക്കൂ. തലയിൽ തോർത്ത് കെട്ടാതെ ഇരുമുടിക്കെട്ട് വയ്ക്കും. അയ്യപ്പോ എന്ന മന്ത്രാക്ഷരമല്ലാതെ മറ്റൊന്നും ഉരുവിടില്ല. ആകാശത്തിൽ വട്ടമിട്ട് പറക്കുന്ന കൃഷ്ണപ്പരുന്തിനെ കണ്ടിട്ട് അമ്പലപ്പുഴക്കാർ പേട്ടതുള്ളൽ ആരംഭിക്കും. എന്നാൽ ഭഗവത് സാന്നിധ്യമായി നീലാകാശത്തിൽ പകൽ തെളിയുന്ന നക്ഷത്രത്തെ സാക്ഷിയാക്കിയാണ് ആലങ്ങാട്ട് യോഗത്തിന്റെ പേട്ടതുള്ളൽ തുടങ്ങുന്നത്. യാത്രയിലും ശബരിമലയിലെ ചടങ്ങുകളിലും പ്രത്യേക വേഷം ആലങ്ങാടിന്റെ പ്രത്യേകതയാണ്. തൂവെള്ള വസ്ത്രം ധരിച്ച് മകരം 2-ന് ഉച്ചയ്ക്ക് സന്നിധാനത്തിൽ നടക്കുന്ന താലമെഴുന്നള്ളത്ത് അപൂർവ ദൃശ്യമാണ്. പ്രത്യേക വേഷവിധാനത്തോടെ സന്നിധാനത്തിൽ താലമെഴുന്നള്ളിപ്പ് നടത്താനുള്ള അവകാശം ആലങ്ങാട്ട് യോഗത്തിന് മാത്രമാണുള്ളത്. ഇതിനുള്ള ആന, ചമയങ്ങൾ, തിരുവാഭരണത്തോടൊപ്പമുള്ള കൊടി എന്നിവ ദേവസ്വത്തിൽ നിന്നാണ് നൽകുന്നത്. മകരം 2-നാണ് പന്തീർനാഴി നിവേദ്യം. ക്യൂ നിൽക്കാതെ സന്നിധാനത്തിലെത്താനുള്ള അവകാശം ആലങ്ങാടിന് മാത്രമാണ്. ശത്രുക്കളെ ജയിച്ച അയ്യപ്പൻ മഹിഷി മർദ്ദനത്തോടെ അഥവാ നിഗ്രഹത്തോടെ തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയായതായി മനസ്സിലാക്കി വനവാസത്തിന് പോകുകയാണെന്ന് പിതാവിനെ ധരിപ്പിച്ച് യാത്രയ്ക്കൊരുങ്ങി. പന്തളരാജൻ വനവാസത്തിന് പോകുന്ന അയ്യപ്പന് സൗകര്യമൊരുക്കാൻ അമ്പലപ്പുഴ യോഗക്കാരെയും ആലങ്ങാട്ട് യോഗക്കാരെയും ചുമതലപ്പെടുത്തി. അയ്യപ്പനുമൊത്തുള്ള സംഘം ശരംകുത്തിയിലെത്തിയപ്പോൾ എല്ലാവരോടും തിരിച്ചു പോകാൻ അയ്യപ്പൻ നിർദ്ദേശിച്ചു. എല്ലാ ധനുമാസത്തിലും സംക്രമ ദിവസം എന്നെ കാണാനെത്തണമെന്ന് പറഞ്ഞനുഗ്രഹിച്ച് ശരംകുത്തിയിൽ വെച്ച് അന്തർധാനം ചെയ്ത് ശബരിമലയിലെ ശാസ്താവിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നു. ഇതിൻ്റെ സ്മരണകൾ ഉയർത്തിയാണ് ഇപ്പോഴത്തെ പേട്ടതുള്ളൽ. ആദ്യകാലത്ത് ആലങ്ങാട്ട് യോഗക്കാർ പേട്ട കെട്ടിക്കഴിഞ്ഞാൽ മറ്റാരും പേട്ട തുള്ളാറില്ല. കാലക്രമത്തിൽ ഇതിന് മാറ്റം വന്നതാണ്. ആലങ്ങാട്ട് യോഗക്കാരുടെ ശബരിമല യാത്രയുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് ധനുമാസം 18-ന് തുടക്കമാകും. ആലങ്ങാട്ട് യോഗത്തിലെ പെരിയോനായ അമ്പാടത്ത് തറവാട്ടിലെ അംഗം നടത്തുന്ന പൂജയോടെയാണ് ഓരോ വർഷത്തെയും ആചാര അനുഷ്ഠാനങ്ങൾക്ക് തുടക്കമാകുന്നത്. അമ്പാടത്ത് മാളികയിൽ സൂക്ഷിച്ചിട്ടുള്ള മുദ്രവടിയും ഭസ്മസഞ്ചിയും അടങ്ങുന്ന ഈശ്വര സാന്നിധ്യത്തിലാണ് പൂജ. പിറ്റേന്ന് പെരുമ്പാവൂരിലെ ശാസ്താക്ഷേത്രത്തിലെ
ചിറപ്പുത്സവത്തിൽ പങ്കെടുത്ത് യോഗം 23-ന് രാമപുരം ക്ഷേത്രത്തിലെ പാനകം നിവേദ്യ ചടങ്ങിലും വിളക്കിലും പങ്കെടുത്ത് യാത്ര തുടരും. യോഗത്തിന്റെ ഗോളക, തിരുവാഭരണം, കൊടി എന്നിവയോടെയാണ് യാത്ര. ധനു 27-ന് പേട്ട കെട്ടാനായി എരുമേലിയിലെത്തും. രാവിലെ അമ്പലപ്പുഴക്കാരുടെ പേട്ടകെട്ടാണ്. ഇവരുടെ എഴുന്നള്ളിപ്പ് ക്ഷേത്രം വലം വെച്ച് സമാപിച്ചതിന് ശേഷം ഉച്ചതിരിഞ്ഞാണ് ആലങ്ങാട്ട് യോഗക്കാരുടെ പേട്ടതുള്ളൽ. മറ്റുള്ളവർ പേട്ട തുള്ളുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് ആലങ്ങാട്ടുകാരുടെ ചടങ്ങുകൾ. നിറങ്ങൾ വാരിപ്പൂശുന്നതിന് പകരമായി ഭസ്മക്കുറിയും കളഭക്കുറികളുമായിട്ടാണ് ഇവരുടെ വരവ്. എരുമേലിയിൽ നിന്ന് അഴുത വഴി നടന്നാണ് ആദ്യകാലത്ത് പോയിരുന്നത്. പിന്നീട് പമ്പാവിളക്കും പമ്പസദ്യയും നടത്തിയ ശേഷം ആലങ്ങാട്ട് യോഗക്കാർ തിരുവാഭരണത്തിന് അകമ്പടിയായി മല ചവിട്ടും. ആലങ്ങാട്ട് സംഘക്കാർ എരുമേലിയിൽ വാവര് പള്ളിയിൽ കയറില്ല. കാരണം അമ്പലപ്പുഴ സംഘത്തിനൊപ്പം വാവർ ശബരിമലയ്ക്ക് പോയി എന്നാണ് വിശ്വാസം. പിന്നീട് വലിയമ്പലത്തിനെ പ്രദക്ഷിണം വെച്ച് ക്ഷേത്ര ദർശനമാണ്. ധനുമാസം 29-ന് മല ചവിട്ടും. പമ്പയിൽ അയ്യപ്പ സേവാ സംഘത്തിൽ ഇവർ വിരിവെക്കും. പാനകപൂജ, പമ്പാസദ്യ, പമ്പവിളക്ക് എന്നിവ നടത്തും. മല കയറി സന്നിധാനത്തിലെത്തി മാളികപ്പുറത്തിന് സമീപം ആലങ്ങാട്ടുകാർ വിരിവെക്കും. പിന്നീട് മകരജ്യോതി ദർശനം, മകരം 2-ന് മാളികപ്പുറത്ത് നിന്ന് കർപ്പൂരതാലം എഴുന്നള്ളിപ്പ്, 18-ാം പടിയിൽ കർപ്പൂരം കത്തിച്ചു പടിപൂജ, മകരം 3-ന് നെയ്യഭിഷേകം, പന്തീർനാഴി നിവേദ്യം. മകരം 4-ന് കാണിക്ക സമർപ്പിച്ച് വെടിവഴിപാട് നടത്തിയാണ് മലയിറക്കം.